ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ആദിമോളെ ചോറൂണാണ് ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ ആദ്യം വിചാരിച്ചിന്. പിന്നെ എല്ലാവരും കൂടി സെറ്റായി ട്രാവലറൊക്കെ വിളിച്ച് പോവാമെന്നൊക്കെ പറഞ്ഞ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഡ്രൈവറൊന്നല്ല, ഓളെ സ്വന്തം വല്യച്ഛനാണ്. അപ്പോൾ വല്യച്ഛൻ്റെ കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നൊക്കെ നോക്കുകയാണ്. ആദ്യമായിട്ടാണ് അവിടെയൊക്കെ കയറിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളിത് അത്ര ആൾക്കാരേ ഉള്ളൂ, ബാക്കിൽ കുറേ സീറ്റ് ഒക്കെ കാലിയാണ്. കെട്ടിയോൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഫ്ലാറ്റായി. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായിന്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഹോട്ടലിൽ കയറി. ചോറൂണൊക്കെ ശടപടേന്നായിരുന്നു. ആദ്യം പിന്നെ വല്യച്ഛൻ്റെയും അച്ഛൻ്റെയും കൂടെ അവരെ കൂടെ കയറിയ ഹോട്ടലിലും നല്ല തിരക്കേന്. പിന്നെ ഞങ്ങൾ പോയത്, എല്ലാവരും ഗുരുവായൂർ വന്നാൽ ഓൾമോസ്റ്റ് ആൾക്കാരും പോണ സ്ഥലമാണ് ആനപ്പന്തിയിൽ. അവിടെയാണ് പോയത്. നല്ല വെയിലേന്. പിന്നെ ഈ മരം ഉള്ളതുകൊണ്ട് കഴിച്ചിലായി. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പം അച്ഛൻ പറഞ്ഞതാണ് ആന കുളിക്കുന്ന കുളന്ന്. ഉള്ളതായിരിക്കും ആവോ. മെയിൻ താരം നല്ല ഉറക്കമാണ്. പിന്നെ ഇതിനുള്ളിൽ വലിയ വെയിലൊന്നുമില്ല. വെയിലുണ്ടാവും വിചാരിച്ച് കുട എടുത്തിട്ട് ഞാനാരായി. പിന്നെ അമ്മമ്മയൊക്കെ ബാക്കിൽ നടന്ന് വരുന്നുള്ളൂ, കുറേ ഉണ്ട് കാണാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാണ് എൻ്റെ അമ്മ എന്നെ കാത്തു നിൽക്കുകയാണ്. അനിയത്തിക്കാണെങ്കിൽ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് ഓള് വേറെ സൈഡിൽ. ഇതിനിടയ്ക്ക് ഓള് പറഞ്ഞു ഓളെ ബാക്കൊന്ന് വീഡിയോ എടുത്ത് വെക്കാൻ. അങ്ങനെ ഓളാഗ്രഹമല്ലേ, അതൊന്ന് സാധിച്ചെടുത്തു. എന്താ അറിയില്ല, എല്ലാവരും ഇതാ ഈ ആനേൻ്റെ അടുത്തേന്. എല്ലാവരും വിചാരിച്ച് ഈ സാധനമൊക്കെ എടുത്ത് തലമണ്ടയിലേക്ക് എറിയും. ഏതോ അമ്പലത്തിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്തുന്നത് ഏതോ ഹോട്ടലിന് മുന്നിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വിശപ്പൊന്നുമില്ല, കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ 10 മണിക്കാണ്. പിന്നെതാ ഈ കുരുപ്പിനെ കണ്ടില്ലേ, എപ്പോൾ എങ്ങാനും ഇരിക്കുന്നുണ്ടെന്നറിയോ. ഞങ്ങളെക്കാട്ടി മുന്നത്തെ ട്രിപ്പിൽ അങ്ങനെ ഇരിക്കും. ഗൈസ്, ഞങ്ങളെക്കാട്ടി മുന്നേ ഇരുന്ന ആളാണ് ആ ഇരുന്ന് കേൾക്കണത്. അവളിത് വരെയായിട്ടും തിന്ന് കഴിഞ്ഞില്ല. അവിടെ നിന്നിട്ട് അടുത്ത ട്രിപ്പ് ഞങ്ങളെ കൂടെ ഇരിക്കുക. അമ്മയും ഭക്ഷണം കഴിച്ച്. ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിൽ അച്ചാർ അടിപൊളിയാണ്. അത് അനിയത്തി വാരി കൊണ്ടുപോയി. ഞാനും കെട്ടിയോനും രണ്ടാമത്തെ ട്രിപ്പിലായിരുന്നു, കാരണം മോള് നല്ല കച്ചറയായതുകൊണ്ട്. സൈഡ് സീറ്റ്, വിൻഡോ, കാറ്റ്, എന്താ വൈബ്. അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് കുത്തിരുന്ന്. അപ്പോഴേക്കും എന്താ കാടാമ്പുഴ എത്തി. ഞങ്ങൾ എത്തിയപ്പോൾ നട അടച്ച് പറഞ്ഞ്, പിന്നെ കുറച്ച് കഴിഞ്ഞ് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, കുറച്ച് കുറേ ആൾക്കാരുമുണ്ട്. ആദിമോള് ദേ ഓളെ ഇന്നമ്മേൻ്റെ അടുത്താണ്. അതാണ് ഓളെ ഇന്നമ്മ. പിന്നെ കാടാമ്പുഴ അമ്പലത്തിലെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഈ പാറേൻ്റെ മുകളിലുള്ള ഈ ചെത്തിപ്പൂവാണ്. അങ്ങനെ ഞാനും വഴിപാടിന് വേണ്ടി തേങ്ങയൊക്കെ വാങ്ങി പോയി. തേങ്ങയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറുകയാണ്.
ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല ഇനി, അതുകൊണ്ട് വേഗം കഴിച്ചിലായി അവിടുന്ന്. ഇനി എങ്ങോട്ടും ഇല്ല, ഇനി നേരെ വീട്ടിലേക്കാ. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഏട്ടൻ്റെ ബസ്സും കൊണ്ടാണ് പിന്നെ നാട്ടിലേക്ക് പോയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.